200 കോടി ബീജഗണങ്ങളിൽ പുരുഷന്റെ ബീജത്തിലെ ഒരു ഗണമായിരുന്നു ആണും പെണ്ണും. XX ക്രോമസോം, XY ക്രോമസോം. XY ചേർന്നാൽ ആണും XX ചേർന്നാൽ പെണ്ണും. അള്ളാന്റെ ചോദ്യം എന്താ? ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى. 200 കോടി ബീജഗണത്തിലെ ലക്ഷണമൊക്കെ ഒരു ബീജമായിരുന്നില്ലേ നീ? ഇതൊന്നും 6-ാം നൂറ്റാണ്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. ഇവിടുത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒന്നും പറയുന്നത് പോലെ അല്ല കാര്യം. വളരെ ഗൗരവമായി ആലോചിക്കേണ്ടത്. അങ്ങനെ നമ്മളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ, നമ്മുടെ കൈവിരലുകളെ സംവിധാനിച്ച ഒരു സൃഷ്ടാവിനെ 4 വിരൽ തരെ മാത്രമല്ല നഖവും തന്നു. ഈ നഖം പറഞ്ഞു പോയാൽ പകരം നഖം വരില്ലായിരുന്നെങ്കിൽ നമ്മുടെ കൈ കൊണ്ടൊരു പേന പിടിക്കാൻ കഴിയോ? നഖം നീണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഓരോന്നിനെയും